നമസ്കാരം, തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. അസമിലുണ്ടായ മദ്യദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 114 ഉയർന്നു. വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ള പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. ഗോലാഘട്ട്, ജോർഹട്ട് ജില്ലകളിലുള്ളവരാണ് ദുരന്തത്തിന് ഇരയായത്. രാജ്യത്ത് ഏതാനും വർഷങ്ങൾക്കിടെയുണ്ടായ ഏറ്റവും വലിയ മദ്യദുരന്തമാണ് ഇത്. വ്യാഴാഴ്ച മുതലാണ് വ്യാജമദ്യം കഴിച്ചവർ കൂട്ടത്തോടെ കുഴഞ്ഞു വീഴാൻ തുടങ്ങിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 12 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വ്യാജമദ്യം കഴിച്ച് അസമിലെ ഗോലാഘട്ട് ജില്ലയിൽ 71 പേരും ജോർഹട്ട് ജില്ലയിൽ 43 പേരുമാണ് മരണപ്പെട്ടത്. 300ഓളം പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇവരിൽ പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. ഇനിയും മരണസംഖ്യ ഉയരാനാണ് സാധ്യത. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. വ്യാജമദ്യ ഫാക്ടറിയുടെ ഉടമയടക്കം 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 എക്സൈസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഏതാനും വർഷങ്ങൾക്കിടെയുണ്ടായ ഏറ്റവും വലിയ മദ്യദുരന്തമാണ് അസമിൽ ഉണ്ടായിരിക്കുന്നത്. വ്യാഴാഴ്ച രാത്രി മുതലാണ് മദ്യം കഴിച്ച് നിരവധി പേർ കുഴഞ്ഞു വീഴുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തത്. ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ 58 ആയിരുന്നു. അസം ആരോഗ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മയാണ് മരണസംഖ്യ 114 ആയതായി വ്യക്തമാക്കിയത്. സാൽമാരോ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളാണ് മരിച്ചവരിൽ ഏറെയും. മരിച്ചവരിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു. മദ്യവിൽപ്പന നടത്തിയ ഒരമ്മയും മകനും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. മദ്യദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയതായി അസം എക്സൈസ് മന്ത്രി പരിമൾ ശുക്ല വൈദ്യ അറിയിച്ചു. ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോബൾ ഉത്തരവിട്ടു. ദുരന്തത്തിന്റെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ അസം അപ്പർ ഡിവിഷൻ കമ്മീഷണർ ജൂലി സോനാവാളിനെ ചുമതലപ്പെടുത്തി. അനധികൃത മദ്യവിൽപ്പന നിരോധിക്കാനും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് കർശന ശിക്ഷ ഉറപ്പുവരുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്ത മേഖലയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് 17 പേരെ കൂടി തിരിച്ചറിഞ്ഞതായി ഉന്നത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും ചികിത്സയിൽ കഴിയുന്നവർക്ക് 50,000 രൂപ വീതവും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.